ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമായ കേരള സ്കൂൾ കലോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 1956 200 കുട്ടികളുമായി തുടങ്ങിയ മേള ഇന്ന് 14,000-ലധികം പ്രതിഭകൾ പങ്കെടുക്കുന്ന വലിയ വേദിയായി മാറിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കല കേവലം ആനന്ദം നൽകാൻ മാത്രമല്ല, സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ പൊളിച്ചെഴുതുവാൻ കൂടിയുള്ളതാണെന്ന് കൂടി മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു പരാതിക്കും ഇടനിൽക്കാതെയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കലോത്സവം നടക്കുന്നത്. ഇത്തവണയും അങ്ങനെയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കല മതേതരത്വവും ജനാധിപത്യവും കൊണ്ടുവന്നെന്നും ഇതിന് സ്കൂൾ കലോത്സവം പ്രധാന പങ്കുവഹിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ കലകളും എല്ലാവരുടേതുമായി മാറിയെന്നും മുഖ്യമന്ത്രി കലോത്സവ ഉദ്ഘാടന വേദിയിൽ പറഞ്ഞു. രാഷ്ട്രീയപരമായ വിമർശനങ്ങൾക്ക് കലോത്സവ വേദിയിൽ മറുപടി നൽകുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഇത് കുട്ടികളുടെ വേദിയാണെന്നും എല്ലാത്തിനും കൃത്യമായ മറുപടിയുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വിദ്യാർത്ഥികളിലെ കലാപ്രതിഭ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കലോത്സവം ആരംഭിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേളയാണ് തൃശൂരിൽ നടക്കുന്നത്. കലോത്സവം വെറും മത്സരമല്ല, ഇത് ഐക്യത്തിന്റെ പ്രതീകമാണ്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ വിജയം ആരുടെയും പരാജയത്തിനുമേലല്ലെന്ന് തിരിച്ചറിയണം. സമ്മാനം ലഭിക്കാത്തതിന്റെ പേരിൽ കണ്ണീർ ഒഴുക്കരുത്. രാഷ്ട്രീയപരമായ വിമർശനങ്ങൾക്ക് ഇവിടെ വെച്ച് മറുപടി നൽകുന്നില്ല. അതിനൊക്കെ വ്യക്തമായ ജനങ്ങൾക്ക് അറിയാവുന്ന മറുപടി ഉണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. 25 വേദികളായി 15,000 കൗമാര പ്രതിഭകളാണ് ഇക്കുറി കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. 250 ഇനങ്ങളിൽ 5 ദിവസം നടക്കുന്ന മത്സരങ്ങളുടെ പ്രധാന വേദി തേക്കിൻകാട് മൈതാനത്തിലെ സൂര്യകാന്തിയാണ്. ജനുവരി 18-ന് കലോത്സവം സമാപിക്കും.